വെൽക്കം ബാക്ക്. meastrotechiesന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗൂഗിളിൻ്റെ പിക്സൽ 6a എന്ന പുതിയൊരു ഫോണിനെ പറ്റിയാണ്. ഗൂഗിൾ പിക്സൽ 6 പ്രോ എന്നീ ഫോണുകൾക്ക് ശേഷം അതിൻ്റെ ഒരു ലേറ്റർ വെർഷൻ ആയിട്ടാണ് ഈ പിക്സൽ 6a അവർ പുറത്തിറക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതകളിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. ഇതിൻ്റെ ബോഡി പാർട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് അലൂമിനിയം ഫ്രെയിമും പ്ലാസ്റ്റിക് ബേക്കുമാണ് വരുന്നത്. ഫ്രണ്ടിൽ ഗോറില്ല ഗ്ലാസ് 3 വരുന്നുണ്ട്. അതിനാൽ തന്നെ അത്യാവശ്യം നല്ലൊരു പ്രൊട്ടക്ഷൻ നമുക്കിതിൽ നിന്നും പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിന് ബേക്ക് പ്ലാസ്റ്റിക് വരുന്നതുകൊണ്ട് വെയിറ്റ് കുറവ് വരുന്നുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 158 ഗ്രാമാണ് വരുന്നത്. ഇത് ഒരു നോർമൽ വെയിറ്റാണ്, ഓവർ വെയിറ്റ് വരുന്നില്ല. ഇതിന് തിക്നെസ് ആയിട്ട് വരുന്നത് 8.9 mm ആണ്. അതിനാൽ തന്നെ ഇത് അത്യാവശ്യം തിക്നെസ് കൂടുതലാണ്. ഇതിൽ IP67 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻ്റ് വരുന്നുണ്ട്. അതിനാൽ തന്നെ ചെറിയ മഴ നനയുന്നതും പൊടി കയറുന്നതിനെ പറ്റിയൊന്നും നമുക്ക് ആവലാതിപ്പെടേണ്ട ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വരുമ്പോൾ 6.1 ഇഞ്ചിൻ്റെ ഫുൾ HD+ OLED ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. 60 Hz റിഫ്രഷ് റേറ്റോട് കൂടിയിട്ടുള്ള HDR ഡിസ്പ്ലേ ആണ് ഇതിന് വരുന്നത്. അതിനാൽ തന്നെ നല്ലൊരു ഡിസ്പ്ലേ അനുഭവം നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. കൂടാതെ ഗോറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷൻ വരുന്നത് കൊണ്ട് ചെറിയ പോറലുകളൊന്നും സംഭവിക്കില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. ഇതിൻ്റെ സ്പീക്കർ സൈഡിലേക്ക് വരുമ്പോൾ ഇതിന് ഡുവൽ സ്റ്റീരിയോ സ്പീക്കറാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഇതിന് 3.5 mm ഓഡിയോ ജാക്ക് ഇതിന് നൽകിയിട്ടില്ല. അത് വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇനി ഇതിൻ്റെ ഓൾറൗണ്ട് മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് എടുത്ത് പറയുമ്പോൾ ഇതിന് OLED സ്ക്രീനും സ്റ്റീരിയോ സ്പീക്കറും ഉള്ളത് കൊണ്ട് നല്ലൊരു അനുഭവം തന്നെയായിരിക്കും. ഇതിൻ്റെ ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോൾ ഇതിന് 12 MB മെയിൻ ക്യാമറയും 12 MB അൾട്രാ വൈഡ് ക്യാമറയുമാണ് വരുന്നത്. ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് 4Kയിൽ 30 FPS-ലും 60 FPS-ലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ക്യാമറയിൽ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സെൽഫി ക്യാമറ 8 MB ആണ് വരുന്നത്. എന്നാൽ ഇതിൻ്റെ സെൽഫിയിലെ വീഡിയോ റെക്കോർഡിംഗ് 1080pയിൽ 30 FPS മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. 60 FPS പോലും ഇല്ല. അത് വലിയൊരു പോരായ്മയായിട്ട് നമുക്ക് എടുത്തു പറയാവുന്ന ഒന്നാണ്. ഇതിൻ്റെ പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ ഗൂഗിളിൻ്റെ സ്വന്തം ചിപ്സെറ്റായിട്ടുള്ള ഗൂഗിൾ ടെൻസർ ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. ഇതുതന്നെയായിരുന്നു ഗൂഗിളിൻ്റെ പിക്സൽ 6 പ്രോ എന്നീ ഫോണുകളിലും വന്നിരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്രൊസസ്സറാണിത്. ഇത് ഏകദേശം സ്നാപ്ഡ്രാഗൻ്റെ 778G എന്ന പ്രൊസസ്സറുമായിട്ടാണ് താരതമ്യപ്പെടുത്താൻ പറ്റുന്നത്. ഇതിൻ്റെ ഗ്രാഫിക്സും ഇമേജ് പ്രോസസ്സിംഗ് പെർഫോമൻസും എല്ലാം തന്നെ വളരെ മികച്ചതാണ്. ഇതിൻ്റെ പ്ലാറ്റ്ഫോം സെക്ഷനിലേക്ക് വരുമ്പോൾ ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള ആൻഡ്രോയിഡ് 12-ൽ അധിഷ്ഠിതമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇതിൽ ഗൂഗിളിൻ്റെ തന്നെ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് അവർ 4 വർഷത്തെ OS അപ്ഡേറ്റും 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആയതുകൊണ്ട് ബ്ലോട്ട്വെയർസും മറ്റു ആഡ്സുകളൊന്നും പിക്സലിൻ്റെ ഫോണുകളിൽ കണ്ടുവരാറില്ല. ഇനി ഇതിൻ്റെ ബാറ്ററി സൈഡിലേക്ക് വരുമ്പോൾ 4410 mAhൻ്റെ ബാറ്ററിയാണ് ഇതിൽ വരുന്നത്. ഇതിൽ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ വയർലെസ് ചാർജിങ്ങോ റിവേഴ്സ് ചാർജിങ്ങോ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ കണക്ടിവിറ്റിയിലേക്ക് വരുമ്പോൾ വൈഫൈയുടെ ലേറ്റസ്റ്റ് വെർഷനായിട്ടുള്ള Wi-Fi 6E ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ബ്ലൂടൂത്തിൻ്റെ 5.2 വെർഷനും ഇതിൽ വരുന്നുണ്ട്. ഇതിൽ NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ 12-ലധികം 5G ബാൻഡുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിലവിൽ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 43,999 രൂപയാണ്. എന്നാൽ ഇതേ പ്രൈസ് കാറ്റഗറിയിൽ മറ്റു പല ബ്രാൻഡുകളുടെയും ഇതിനേക്കാൾ പെർഫോമൻസ് കൂടിയ ഫോണുകൾ നിലവിൽ ലഭ്യമാണ്. എന്നാൽ ഇതിനെ മറ്റ് ഫോണുകളുമായിട്ട് വ്യത്യാസപ്പെടുത്തുന്നത് ഇതിൽ ക്ലിയർ സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നമുക്ക് ലഭിക്കുന്നു എന്നതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള മറ്റു വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുവാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലെ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണുന്നതുവരെ ബൈ ബൈ.